കൊല്ലം കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകൽ സ്കൂട്ടർ മോഷണം. ചക്കാലമുക്ക് സ്വദേശിനി രമ്യയുടെ വീടിന് മുന്നിലിരുന്ന സ്കൂട്ടറാണ് മോഷ്ടിച്ചത്. മോഷ്ടാവ് ഹൈസ്കൂളിന് സമീപമുള്ള മത്സ്യക്കച്ചവട സ്ഥാപനത്തിൽ നിന്ന് പണവും കവർന്നു. ലിജോ റോണൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, സ്വന്തം വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് പോകുന്ന ലാഘവത്തോടെയാണ് മോഷ്ടാവ് സ്കൂട്ടറും കൊണ്ടുപോയത്. എന്തെങ്കിലും സൂചന പ്രതിയെപ്പറ്റി കിട്ടിയിട്ടുണ്ടോ? ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ ആ CCTV ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നുന്നത് സ്വന്തം വീട്ടിൽ, അതായത് മതിൽക്കെട്ടിനുള്ളിൽ ഗേറ്റിനകത്ത് ആ കാർ പോർച്ചിന്റെ ഭാഗത്തായിരുന്നു ഈ സ്കൂട്ടർ വച്ചിരുന്നത്. പതിയെ അത് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. വളരെ സ്വന്തം വാഹനം പോലെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ചക്കാലമുക്ക് സ്വദേശിനിയായിട്ടുള്ള രമ്യക്കാണ് വാഹനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. വീടിന് മുന്നിൽ വച്ചിരുന്ന വാഹനം ഇന്ന് രാവിലെ 11 മണിയോടുകൂടെയാണ് മോഷണം പോയത്. ആ ദൃശ്യങ്ങളിൽ നിന്നും ഒരു തൊപ്പിയും മാസ്കും ഒക്കെ ധരിച്ച ഒരാൾ സ്കൂട്ടറും എടുത്ത് പോകുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രമ്യയും കുടുംബവും എന്തായാലും കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മോഷ്ടാവിനെ പോലീസിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ മോഷണം നടക്കുന്ന സമയത്ത് രമ്യ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. പുറത്തേക്ക് അതിനുശേഷം വന്ന് നോക്കുന്ന സമയത്താണ് വാഹനം കാണാനില്ലാത്തതിനടുത്ത് വന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഒരാൾ ഇങ്ങനെ വാഹനം എടുത്തുകൊണ്ട് പോകുന്നത് കാണുകയും ചെയ്തത്. പരാതി നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ മോഷ്ടാവ് തന്നെ ഹൈസ്കൂളിന് സമീപമുള്ള മത്സ്യക്കച്ചവട സ്ഥാപനത്തിൽ നിന്നും പണവും മോഷ്ടിച്ചതായുള്ള വിവരം പോലീസിന് ലഭിച്ചു. എന്തായാലും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജീന, ശരി. ലിജോ റോളൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.